ഹായ് ഗായ്സ്, മാർക്കറ്റ് മീഷോൻ്റെ പുതിയൊരു മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം 22 ജൂൺ 2026. സോ ഇന്നൊരു മൺഡേ ആണ്. അപ്പോൾ നമ്മുടെ അനാലിസിസ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇവിടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ റിവേഴ്സിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട്. പക്ഷേ ഇവിടെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് കേസ് സിനാരിയോ ഫോർ നിഫ്റ്റി ടു ഗോ അപ്പ് ഓർ ഗിഫ്റ്റ് നിഫ്റ്റി ടു ഗോ അപ്പ്. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി 0.13% അപ്പാണ്. അതായത് ഫ്രൈഡേ ക്ലോസ് ചെയ്ത് ഏകദേശം ആ ലെവലിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ നോക്കി കാണേണ്ടി വരും ഇവിടെ നിന്ന് എന്തായിരിക്കും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ റിയാക്ഷൻ എന്ന്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ്സിലും ഒരു എക്സ്ട്രീം നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ലെവൽസിൽ തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ്സും ഓപ്പൺ ചെയ്യുന്നത്. ഇന്ത്യ വിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഫാളിന് ശേഷം ചെറിയൊരു പുൾ ബാക്ക് വരുന്നുണ്ട്. കാരണം ഓൾറെഡി നല്ലൊരു മൂവ് സ്റ്റോക്സിലും കാര്യങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കാം. ചെറിയൊരു മുകളിലേക്ക് ഇന്ത്യ വിക്സ് മുകളിലേക്ക് പോകാം. പക്ഷെ ഇന്ത്യ വിക്സ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മോസ്റ്റ്ലി സ്റ്റോക്സിലെല്ലാം പുൾ ബാക്സ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. പിന്നെ സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്മോൾ ക്യാപ് ഇൻഡെക്സ് വളരെയധികം സ്ട്രോങ് ആണ്. നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, ഒരു നല്ലൊരു ട്രെൻഡ് ലൈൻ 1, 2, 3, 4 ടച്ച് ട്രെൻഡ് ലൈൻ ആണ് നമുക്കുള്ളത്. ആ 4 ടച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പരിശ്രമമായത് കഴിഞ്ഞ വീക്ക് ഓൾമോസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിവറ്റും കൂടെ ഈ ഒരു പിവറ്റും കൂടെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് മൂവ് ടു അപ്സൈഡ് ഈ ആഴ്ച തരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ഒരു അപ്സൈഡ് മൂവ് വളരെയധികം ചാൻസ് ഉള്ളതാണെന്ന്. പിന്നെ അദാനി സ്റ്റോക്സ് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു കൺസോൾട്ടേഷനുള്ളിൽ തന്നെയാണ് അദാനി സ്റ്റോക്സ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഫോർമേഷനിലൊക്കെയാണ് അദാനി സ്റ്റോക്സ് നിൽക്കുന്നത്. റൈറ്റ്. ബാങ്ക് നിഫ്റ്റി വളരെയധികം സ്ട്രോങ് ആണ്. അതിൻ്റെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ലെവലിൽ തന്നെ സ്ട്രോങ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി കുറച്ചൊരു വെഡ്ജസ് ഒരു ഫോർമേഷനാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു വെഡ്ജസ് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ താഴത്തേക്ക് വീഴാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ വാച്ച് ഔട്ട് ഫോർ ദാറ്റ്. പിന്നെ നമുക്കടുത്ത് ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ട്രോങ് മൂവ് ആയിരുന്നു. സ്റ്റോക്സ് 20 പീരീഡ് മൂവിങ് ആവറേജിന് കിട്ടിയിരുന്നത്. അവിടെ ചെറിയൊരു പുൾ ബാക്ക് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. കാരണം 1, 2, 3, 4, 5, 6 to 7 days നല്ല സ്ട്രോങ് മൂവ് ടു അപ്സൈഡ് തന്നിരുന്നു. അതിനുശേഷം പുൾ ബാക്ക് വരിക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു സ്വാഭാവികമായ കാര്യമാണ്. സെയിം തിങ് വിത്ത് 50 MA ചെറിയൊരു രീതിയിൽ താഴേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡും ഈ പറയുന്ന പോലെ തന്നെ ഈ മൂവിങ് ആവറേജിന് മുകളിൽ ഇത്രയും ദിവസം ട്രെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും താഴത്തേക്ക് ചെറിയൊരു ഡിപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി താഴത്തേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റോക്സിൽ ചെറിയൊരു പുൾ ബാക്സ് വരാനുള്ള പ്രോബബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് 52 വീക്ക് ഹൈ ലോ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആണ്. മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു മെട്രിക്സും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഓവറോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിനാരിയോ ആണ് കാണുന്നത്. പക്ഷേ ചെറിയൊരു പുൾ ബാക്ക് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ആ പുൾ ബാക്ക് ചെറിയൊരു മേ ബി 1, 2, 3, 5% ഉള്ളിൽ തന്നെ പുൾ ബാക്ക് ഒതുങ്ങിയിട്ട് വീണ്ടും മുകളിലേക്കൊരു ഫാസ്റ്റ് മൊമെൻറ്റം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും നല്ല മൂവ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ മാർക്കറ്റ് പൾസ് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.